നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്നത് തന്നെ അല്ലാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം എല്ലാവർക്കും അതിന് സാധിക്കണമെന്നില്ല. എത്രയോ ആളുകളുണ്ട് കോടിക്കണക്കിന് സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ജീവിതത്തിലൊരു സമാധാനവുമില്ലാതെ എപ്പോഴും പരാതികളും പരിഭവങ്ങളുമായി ജീവിക്കുന്നവർ. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കാണാനോ അതിന് നന്ദി പറയാനോ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഒരു ദിവസത്തെ അന്നത്തിന് വക കണ്ടെത്തി തന്റെ ചെറിയ കുടിലിൽ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവനാണ് ഏറ്റവും വലിയ ധനവാൻ. കാരണം അവൻ അല്ലാഹു റിള അഥവാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നൽകി. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ മനസ്സ് ലഭിച്ചവർക്കേ യഥാർത്ഥ നന്ദി ഹൃദയത്തിൽ നിന്ന് വരൂ. പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞ് എപ്പോഴും ചൊല്ലാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിന്നോട് നന്ദി പറയാനും നിനക്ക് നല്ല രീതിയിൽ ആരാധനകൾ ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പോലും അല്ലാഹുവിനോട് നന്ദി പറയാൻ തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ശുക്ർ അഥവാ നന്ദി എന്നത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. അതിനായി നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അതിനുള്ളൊരു എളുപ്പവഴി നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നതാണ്. നമുക്കൊരു പഴയ ബൈക്കാണുള്ളതെങ്കിൽ സൈക്കിൾ പോലും ഇല്ലാത്തവരെക്കുറിച്ച് ഓർക്കുക. നമുക്ക് ചെറിയൊരു വാടക വീടാണുള്ളതെങ്കിൽ സ്വന്തമായൊരു കൂര പോലുമില്ലാതെ തെരുവിൽ അന്തിയൊടുങ്ങുന്നവരെ ഓർക്കുക. നമ്മുടെ ഭക്ഷണത്തിന് രുചിയില്ലെന്ന് പരാതിപ്പെടുമ്പോൾ ഒരു നേരത്തെ ആഹാരം പോലുമില്ലാതെ വിശന്നിരിക്കുന്നവരെ ഓർക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും അറിയാതെ അൽഹംദുലില്ലാ എന്ന വാക്ക് വരും.